കിളിമാനൂർ പാപ്പാലയിൽ ഥാർ ജീപ്പിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികൻ മരണത്തിന് കീഴടങ്ങി. കടയ്ക്കൽ കുമ്മിൾ പുതുക്കോട് രാജേഷ് ഭവനിൽ രജിത്താണ് മരണപ്പെട്ടത്. ഈ മാസം 3-നായിരുന്നു ആ വലിയ അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ രജിത്തിന്റെ ഭാര്യ അംബിക ഈ മാസം 7-ാം തീയതിയാണ് മരണത്തിന് കീഴടങ്ങിയത്. ഇതോടെ 5-ഉം 3-ഉം വയസ്സുമുള്ള 2 കുരുന്നുകൾക്ക് അമ്മയെയും അച്ഛനെയും നഷ്ടമായി. ദേശീയപാതയിൽ കിളിമാനൂർ പാപ്പാലയ്ക്ക് സമീപം ജനുവരി 3-നായിരുന്നു അപകടം. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന രജിത്തും അംബികയും സഞ്ചരിച്ച ബൈക്കിന് പിന്നിൽ അതിവേഗത്തിലെത്തിയ ജീപ്പ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ അംബികയുടെ ശരീരത്തിലൂടെ ജീപ്പ് കയറി ഇറങ്ങുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അംബിക മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഈ മാസം 7-ന് മരണത്തിന് കീഴടങ്ങിയത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ രജിത്ത് ആശുപത്രിയിലും വീട്ടിലുമായി ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം മരണം സംഭവിച്ചത്. അപകടത്തിന് ശേഷം നിർത്താതെ പോയ ഥാർ ജീപ്പ് വഴിയരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയാണുണ്ടായത്. ജീപ്പിലുണ്ടായിരുന്ന യുവാവ് ലഹരി ഉപയോഗിച്ച നിലയിലായിരുന്നുവെന്ന് അപ്പോഴവിടെയുണ്ടായിരുന്ന പ്രദേശവാസികൾ ഉൾപ്പെടെ പോലീസിന് വിവരം നൽകിയിരുന്നു. എന്നാൽ കിളിമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയാണുണ്ടായത്. ജീപ്പിലുണ്ടായിരുന്ന മറ്റു 2 പേരെ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുമില്ല. സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായെന്ന ആക്ഷേപവും ശക്തമാണ്. പോലീസിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് രജിത്തിന്റെ മൃതദേഹവുമായി കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ ഇന്ന് ബന്ധുക്കൾ ഉപരോധിച്ചു. MC റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് ഏറെ നേരമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. ടയർ കയറി ഇറങ്ങിയതാണ് അംബികയുടെ മരണം സംഭവിച്ചതിന് പിന്നിലുണ്ടായ കാരണമെന്ന പരാതി നിലനിൽക്കെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ദുരൂഹ സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന അപകടമുണ്ടാക്കിയ ഥാർ കാറ് കത്തി നശിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്തു. ഇതും സംഭവത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. സംഭവം നടന്ന ദിവസങ്ങൾ ഏറെ പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാത്ത പോലീസിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് രജിത്തിന്റെ മൃതദേഹവുമായി കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ ബന്ധുക്കൾ ഉപരോധിച്ചത്. MC റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് ഏറെ നേരമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. പോലീസും ജനങ്ങളും തമ്മിൽ വാക്കേറ്റവും ഒടുവിൽ സംഘർഷവും ഉണ്ടായി. ഒരു വയസ്സുള്ള കുട്ടിക്ക് കൊടുക്കാത്ത നീതി ഞങ്ങൾക്ക് തരണ്ട. നിങ്ങൾ നമ്മളെ വണ്ടി കയറ്റി ഈ വണ്ടി കയറ്റുന്നവരെ സംരക്ഷിക്കുക. ഉള്ള കുട്ടിക്ക് കൊടുക്കാത്ത നീതി
തുടർന്ന് ആറ്റിങ്ങൽ MLA OS അംബികയുടെയും വർക്കല DYSP ഗോപകുമാറിന്റെയും നേതൃത്വത്തിൽ ബന്ധുക്കളുമായി നടത്തിയ ചർച്ചയിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ച മൃതദേഹവുമായി ബന്ധുക്കൾ മടങ്ങിയത്. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് 304 ഇട്ട് കഴിഞ്ഞാൽ അന്വേഷണം CIയിലേക്ക് പോകും. അങ്ങനെ CIയിലേക്ക് പോകും. നമ്മുടെ സ്ക്വാഡുകാരെ അവിടെ വിളിച്ചിരുന്നു. അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമരവിള ഭാഗത്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ടീം അവിടെ ഉണ്ട്. അവരെയും കൂടെ പറഞ്ഞിട്ട് പ്രതികളെ ഉടനെ പിടിക്കാം. നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾക്ക് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് ആവശ്യമായ നടപടികളെടുക്കും. നേരത്തെ പറഞ്ഞ അവർ രണ്ടുപേരും നമ്മൾ റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ രണ്ടുപേരെ ഐഡൻറ്റി കാർഡ് അതിനകത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അവർ രണ്ടുപേരും CI പറഞ്ഞേക്കുന്ന അവരെ കോൾ ഡീറ്റെയിൽസ് മറ്റൊരുത്തിൽ ഒരാൾ അങ്കമാലിയിൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റിലാണെന്നും അടുത്ത ആൾ പമ്പിൽ അവിടെ ഒരു പമ്പിലോ എന്തോ ഒരു CCTV വിഷ്വൽ ഉണ്ടെന്നും പറയുന്നു. ഇപ്പം നമുക്ക് ഒരാളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള നമുക്ക് വെരിഫൈ ചെയ്യാം. ബാക്കി CCTV വിഷ്വൽസ് കംപ്ലീറ്റ് ഒന്നെടുക്കാൻ പറയാം. വിസ്മയ ന്യൂസ്, കിളിമാനൂർ.